ഇതാണ് ഞാൻ പറഞ്ഞ മല എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് എങ്ങനെ ഇതിന്റെ മുകളിലേക്ക് കയറി എത്തും എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ തോറ്റു തുന്നം പാടിയ ഒരു മലയാണിത്. പണ്ട് മൗണ്ടനറിങ് കോഴ്സ് ഒക്കെ പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. അൺബിലീവബിൾ. നോക്കിയേ, ഈ ഒരു ടെമ്പിളൊക്കെ ഇവിടെ എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതാണ് അന്നത്തെ കാലഘട്ടത്തിൽ. ഇത് അധികം ആൾക്കാർക്കൊന്നും ഇതിന്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും ഇല്ല. കാരണം കുറച്ച് ടഫ് ടാസ്ക് ആണ്, കുറച്ച് റിസ്ക് ആണ് ഇതിന്റെ മുകളിലേക്ക് കയറുന്നത് എന്നുള്ളത്. ഗൂഗിൾ മാപ്പിലും അല്ലെങ്കിൽ ഗൂഗിളിലും യൂട്യൂബിലൊന്നും അധികം വീഡിയോസും പിക്ചേഴ്സും ഒന്നും ഇല്ലാത്ത ഒരു മലയിലേക്കാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ശബരി വർക്കലയാണ്. അപ്പോൾ നമ്മൾ കാവേരി പട്ടണം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിൽക്കാനായിട്ടോ. രാവിലെ 6 AM ഇവിടെ നിന്ന് നമുക്ക് വേലമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കൊരു ബസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ബസ്സിൽ കയറി അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോകാനാണ് പറയുന്നത്. ഡയറക്റ്റ് ബസ് വളരെ കുറവാണ് നമ്മുടെ ഈ പെരിയമലയ്ക്ക്. സോ നമ്മൾ ബസ്സിനായിട്ട് വെയിറ്റിംഗ് ആണ്. 6:15 ഫസ്റ്റ് ബസ് വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡയറക്റ്റ് ബസ് നമുക്ക് പെരിയമലയിലേക്കില്ല. അപ്പോൾ 2 ബസ് കയറി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ് കാത്ത് നിൽക്കാതെ ലിഫ്റ്റ് അടിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ഒരു ഷെയർ ഓട്ടോ കിട്ടി. അതിലാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രാവിലെ നല്ല തണുപ്പും മഞ്ഞും കാറ്റും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെയുള്ള ഒരു യാത്ര മറക്കാൻ പറ്റില്ലെന്ന് പറയാം. അപ്പോൾ ബേലഗുളി എന്നുള്ള ഒരു ഗ്രാമം വരെ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. കാരണം ഇതാണ് ഇവിടുത്തെ ഒരു കുഞ്ഞു കവല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേച്ചിയുടെ ഈ ഒരു നാടൻ സ്റ്റൈലിലെ ദോശ പരത്തൊക്കവും ആ കല്ലൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു ദോശ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒപ്പം തന്നെ ഈ ഗ്രാമത്തിലെ ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ എവിടെ പോയാലും ആ ഗ്രാമവാസികളുമായിട്ടൊക്കെ ഒന്ന് കമ്പനി ആവും കേട്ടോ. ആ ഗ്രാമത്തെ ഒന്ന് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പഠിക്കറിയാ? പഠിച്ചു എന്നെ ആകണമെന്ന് ആശ. ഡോക്ടർ അടങ്ക അപ്പ എങ്ക പോയിട്ട് ஆசை நீ ஆசை கண்டிப்பா போயிடும். ட்ரை பண்ணிடுங்க. உங்களுக்கு வந்து மிலிட்டரி அடங்க அப்பா சூப்பர். நீ என்ன ஆக போற? போலீஸா? ஓ, எல்லாமே இங்க இருக்கு. சரி சரி. காதலா யாருக்கு? ஏய், உனக்கு காதலாடா? അക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രെയിം. അപ്പോൾ ഞാൻ അവരുടെ നടുക്ക് കയറിയിട്ട് അരിവാളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു കേട്ടോ. നമ്മളെ പഴയ തലമുറയാണ്. എന്ത് കമ്പനി നോക്കിയാൽ വരും, നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ പറ്റും. അപ്പോൾ അവർ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതുണ്ട്, എൻ്റെ ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിക്കുക കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. എപ്പിടി ഇருக்கு? സൂപ്പറാ இருக்கா? എപ്പിടി இருக்கு? நல்லா இருக்கா? ഓക്കെ, ഇതാണ് ഈ ഗ്രാമത്തിൻ്റെയൊക്കെ നിഷ്കളങ്കതയും സ്നേഹവും എന്ന് പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ കൂടിപ്പോയി ഇവരുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ അടുത്ത് സുഖമാണോ അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം ഒന്നും ആരും ചോദിക്കാറില്ല. അപ്പോൾ ഇനിയുള്ള യാത്രകളിൽ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദേ അടുത്തൊരു ലിഫ്റ്റ് കിട്ടി. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദേ ഈ ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ദേ ആ കാണുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന മല. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കയറാൻ പോകുന്ന മലയാണ് ദേ ബാക്കിൽ കാണുന്നത്. എൻ്റെ അമ്മ, ഒരു സ്പ്ലിറ്റായിട്ടൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ കൊണ്ടരങ്കി കയറി എന്ന് പറഞ്ഞത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഒറ്റ മലയായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു മല കയറി അടുത്ത മല കയറി അതിൻ്റെ ടോപ്പിലെത്തണമെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മൾ കയറാൻ പോകുന്ന മലയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് ദേ ഇവിടെ ഒരു ടെമ്പിളുണ്ട്. സാധാരണ ഭക്തരൊക്കെ ഈ ഒരു ടെമ്പിൾ വരെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് തൊഴുതിട്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത്. ദേ അതിനാണ് ഇവരും വന്നിരിക്കുന്നത്. ഇവരിവിടെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പെരുമല അപ്പൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഡ്രോൺ പോലും ഇത്രയും ഹൈറ്റിലേക്ക് ഉയർത്താൻ പറ്റുന്നില്ല കേട്ടോ. ഏകദേശം നമുക്കൊരു 3400 അടി ഉയരത്തോളം കയറാനുണ്ട്. ഡ്രോൺ പോലും ദേ പകുതി എത്തിയപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. അതിന് മുകളിലോട്ട് പറക്കുന്നില്ല കേട്ടോ. സോ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. യെസ്, ഫസ്റ്റ് നമ്മൾ കയറാൻ നേരത്തെ തന്നെ ഒരു വടി കിട്ടി കേട്ടോ. നമ്മൾ കൊണ്ടിറങ്ങി പോയപ്പോൾ നമുക്ക് മിസ്സായി പോയൊരു സാധനമാണ്. എന്തായാലും നമ്മൾ ആദ്യം കയറുമ്പോൾ കാണുന്നത് നല്ല കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ള സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുവഴി നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപരാധം, ഓ, അതായത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ നമുക്ക് ആ 2 സൈഡിലും നമ്മൾ നേരത്തെ സ്റ്റെപ്പ് കാണിച്ചില്ലേ,
ആ സ്റ്റെപ്പിൻ്റെയും ഇത് ഇനി മുകളിലോട്ടുള്ള സ്റ്റെപ്പിൻ്റെയൊക്കെ രണ്ട് സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്ന ഫുള്ള് സീതാപ്പഴമാണ് കേട്ടോ. അപ്പോൾ ആ സീതാപ്പഴം അറുത്താൽ ₹5000 അപരാധം, അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ഒരു പാറയിൽ ഇവിടെ വരുമ്പോൾ എന്തായാലും എല്ലാവരും ഇത് കാണും കേട്ടോ. എന്തായാലും വായിക്കാനും ശ്രമിക്കും. അപ്പോൾ ഞാനൊന്ന് വായിച്ചതാണത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. വീണ്ടും നമ്മൾ കയറി ഒരു 2500 ഫീറ്റ് അബോവ് ആയിട്ടോ. ആക്ച്വലി നമ്മൾ വന്ന വഴി ഇപ്പോൾ പുറകിലേക്ക് നോക്കിയാൽ കാണാൻ പോലുമില്ല. അത് ഇത്ര ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇനി മുന്നിലേക്കും അങ്ങനെ ആയിട്ടോ. ചില സമയത്തൊക്കെ നമുക്കൊരു പേടി വരും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെട്ടുപോകില്ലേ, ഇതാണോ വഴി, ഇത് കറക്റ്റാണോ, നമ്മൾ അവിടെ എത്തിച്ചേരുമോ എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെന്ന് പറയാം. ഒറ്റപ്പെട്ട ഒരു വീട്, ഒരു ചെറിയ ഫാമിലി ആയിരിക്കും കേട്ടോ. ഇവരിവിടെ താമസിക്കുന്നുണ്ടെന്നുള്ളത് പുറത്തുള്ള ചിലപ്പോൾ പലർക്കും അറിയണമെന്നില്ല. നമ്മൾ ഈ ആട്ടിടേൻ്റെയൊക്കെ ജീവിതം എന്ന് പറയുന്ന പോലെ, ആട് ജീവിതം എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു ലൈഫ് ഇത് ഇത്രയും ചുറ്റപ്പെട്ട മലനിരകൾക്ക് നടുവിലായിട്ട് അങ്ങനെ ഒരേ ഒരു വീട് മാത്രം. എന്തായിരിക്കും അവരുടെ ലൈഫല്ലേ? അവരൊക്കെ പുറം ലോകമായിട്ട് ബന്ധം ഉണ്ടാവുമോ? പുറത്തേക്കൊക്കെ ഇറങ്ങി പോവുമോ? ഇവർക്കൊക്കെ അരിയൊക്കെ എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? ഈവൻ നമുക്ക് റേഷൻ വാങ്ങാൻ പോലും താഴെ ഇറങ്ങി പോകണമല്ലോ. അങ്ങനെ ഇതുവരെയുള്ള നമ്മുടെ ട്രെക്കിന് ഒരു ചേഞ്ച് വന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ പാറയിലേക്ക് കയറാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത്. ഇവിടെ കുറച്ച് ഗ്രില്ലൊക്കെ തീർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കതിൽ പിടിച്ച് കയറാൻ പറ്റും. യെസ്, അങ്ങനെ നമ്മൾ കയറി കുറച്ചുകൂടെ മുകളിലെത്തി. ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ സഞ്ചരിക്കുന്ന വഴി എന്ന് പറയുന്നത് വീഴാറായി നിൽക്കുന്ന കുറേ പാറകളുടെ ഇടയിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. മുകളിൽ നോക്കിയാലും അത് തന്നെ, താഴെ നോക്കിയാലും അതേ, ഓരോ എഡ്ജിലും ഒരു ശക്തിയായിട്ടുള്ള കാറ്റടിച്ചാൽ വീഴാൻ നിൽക്കുന്ന ചെറിയ ചെറിയ പാറകൾ, വലിയ വലിയ പാറകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എങ്ങനെയാണിത് സംഭവിച്ചതെന്നുള്ളത് മാത്രം മനസ്സിലാകുന്നില്ല കേട്ടോ. പാറകളൊക്കെ അവിടെ പൊട്ടുന്നുണ്ട്. മേ ബി നല്ല ചൂടടിക്കുമ്പോഴൊക്കെ പാറകളൊക്കെ പൊട്ടുമായിരിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു പാറ തന്നെ ഒരു കുഞ്ഞു പാറയുടെ സപ്പോർട്ടോട് കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. ഈ പാറ വല്ലതും പൊട്ടിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. ഓ, സൂക്ഷിച്ചില്ലെങ്കിൽ ബാഗൊക്കെ തട്ടും കേട്ടോ. വല്ലാത്തൊരു യാത്രയായിപ്പോയി കേട്ടോ. ഒരിക്കലും എത്തുന്നില്ല എന്നുള്ളതാണ്, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓ, പേടിപ്പിക്കൂ. ഉപ്പനൊക്കെ പറന്നു പോയി. അത് ഒന്നാമത് ഇത്രയും വിജനമായ പ്രദേശം, ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സൗണ്ടുകളൊക്കെ കേട്ടാൽ മതി, നമ്മൾ പേടിക്കും, പാനിക്കാവും. എന്തായാലും 8 മണിക്ക് കയറി തുടങ്ങിയതാണ്, 12 മണിയായിട്ടും ടോപ്പ് എത്തിയില്ലെന്നുള്ളതാണ് കേട്ടോ. വല്ലാത്തൊരു യാത്രയായിപ്പോയി. നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇവിടെ നിന്നാണ് ഏറ്റവും ഹെവി ടാസ്ക് കേട്ടോ. അതായത് ഒരു വലിയ പാറ കുത്തനെയാണ്, അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ കയറാനുള്ളത്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഓൾമോസ്റ്റ് നമ്മളൊരു 3100 ഫീറ്റ് അബോവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു 300 ഫീറ്റ് കൂടെ കവർ ചെയ്യാനുള്ളൂ. അത് പക്ഷേ കുറച്ച് ഹെവിയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും കുറച്ച് കുത്തനെയാണ്, നല്ല കുത്തനെയാണ് കയറുന്നത്. പണ്ട് വല്ല മൗണ്ടനറിങ് കോഴ്സൊക്കെ പഠിക്കാൻ പോയാൽ മതിയായിരുന്നു കേട്ടോ. അയ്യോ, ഇവിടുന്ന് ബാക്കിലോട്ട് നോക്കുമ്പോഴാണ് ഈ ഭാഗത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അതായത് ഈ കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് പോയി. കാല് കണ്ടോ, നമ്മൾ സ്ലിപ്പ് ചെയ്യും. കയ്യിലാണ് നമ്മുടെ ബാലൻസ് ഇരിക്കുന്നത്, കാലുകൊണ്ട് മാത്രം നമുക്ക് കയറാൻ പറ്റില്ല. അതെ, ഇതാണ് കേട്ടോ. ആക്ച്വലി ഇതൊക്കെ കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ. അവരെ ഡ്രില്ല് ചെയ്തിട്ട് സിമെൻ്റൊക്കെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്, ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും വഴി തീർന്നു കേട്ടോ. ഇനി ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വേണം നമുക്ക് പോകാനായിട്ട്. ഓ മൈ ഗോഡ്, ഇതിപ്പോൾ എങ്ങനെ ക്രോസ് ചെയ്യും? അയ്യോ, അയ്യോ, ഇതാണ് ഹൈറ്റ് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളൊരു 3300 ആയി ഫീറ്റ്.
ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ആയിരുന്നു നമ്മൾ വന്നതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പോർഷൻ. ഇവിടെ വളരെ വരുന്നവരൊക്കെ ഇവിടെ ഭയങ്കര ശ്രദ്ധിച്ച് കയറുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇനി വഴിയില്ലേ. ഇത്ര നേരം നമുക്കൊരു കമ്പി ഉണ്ടായിരുന്നു പിടിച്ച് കയറാനായിട്ട്, ഇനിയിപ്പോൾ അതുമില്ല. പുല്ലിലൊക്കെ പിടിച്ചാലേ പുല്ലോട് കൂടി നമ്മളങ്ങ് പോയാലോ. എന്തായാലും ഈ അടുത്ത കാലത്ത് നടത്തിയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഹെവി ടാസ്ക് ആയിപ്പോയി. ഇതൊക്കെ എങ്ങനെ കയറും? അതേ ബാക്കിൽ എത്തി കേട്ടോ നമ്മൾ. ഓൾമോസ്റ്റ് ഇതേ ബാക്കിൽ വലിയൊരു കല്ലുകെട്ട് കാണാൻ പറ്റും. ഇവിടേക്ക് നമുക്ക് പിടിക്കാൻ പോലെ ഒരു സംഭവം ഇല്ലെന്ന്. അതാണ് ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പേരിട്ടത് കേട്ടോ, പെരിയ മല എന്നുള്ളത്. വല്ലാത്ത മല. ഇവിടേക്ക് കാലിനൊക്കെ അത്യാവശ്യം സ്ട്രെച്ചബിൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വരുന്നവർക്ക് ഇത് ഇമാതിരി ഹൈറ്റിലൊക്കെ കാലൊക്കെ പൊക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക, അതർവൈസ് നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊക്കെ കയറി വന്നു. വിചാരിച്ച പോലെ അല്ല, ഇനിയും മല കയറാനുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അതേ അടുത്ത ടോപ്പിൽ മല കണ്ടത്. ഇനി അതും കയറാനുണ്ടെന്നുള്ളതാണ്. ഇത് വെറുതെ ഇങ്ങനെ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മലയിൽ നിന്ന് അടുത്ത മല നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ കയറുമ്പോൾ വിചാരിക്കും ആ ഒരു മല മാത്രമേ കയറാനുള്ളെന്നുള്ളത്. കാറ്റ് നമ്മളെ മറിച്ചിടുമോ എന്നുള്ള പേടി. യെസ്, കറക്റ്റ് ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ നല്ല കാറ്റടിച്ച് കയറി വരുന്നുണ്ട്. എനിക്കൊന്നും ഇതൊരു ഗ്യാപ്പാണ്, ഇടയിലുള്ളൊരു ഗ്യാപ്പാണ്. അതുകൊണ്ടാണ് ഇത്രയും കാറ്റ് കൊണ്ടിരിക്കും പോയി പെട്ട അതേ ഫീൽ. എന്തായാലും അധിക നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒടുവിൽ നമ്മുടെ നീണ്ട ഒരു ട്രെക്കിങ്ങിന് ഒടുവിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. യെസ്. അപ്പോൾ പെരിയമലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ട്രെക്കിംഗ് സ്പോട്ടാണ്, ഒരു ഹൈക്കിംഗ് സ്പോട്ടാണ് നമ്മുടെ പെരിയമല എന്ന് പറയുന്നത്. ആ പെരിയമലയുടെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇതാണ് തമിഴ്നാട്ടിലെ പെരിയമല. കിടിലൻ ഒരു ട്രെക്കിംഗ് സ്പോട്ടാണിത്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ കാവേരി പട്ടണത്തിനടുത്തായിട്ടാണ് ഈ ഒരു പെരിയമല സ്ഥിതി ചെയ്യുന്നത്. അത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1040 മീറ്റർ അല്ലെങ്കിൽ 3400 അടി ഉയരത്തിലാണ് ഈ മലയുടെ സ്ഥാനം എന്ന് പറയാം. അത്യാവശ്യം കായിക ക്ഷമതയും റിസ്ക്കും അഡ്വഞ്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് നമ്മുടെ പെരിയമല. തുടക്കത്തിൽ സ്റ്റെപ്പുകളും അത് കഴിഞ്ഞ് കാടും പിന്നീട് കഠിനമായ പാറക്കെട്ടുകളും ഒക്കെ കടന്നിട്ട് വേണം നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട്. 4.7 കിലോമീറ്റർ ആണ് നമുക്ക് മൊത്തം ട്രെക്കിംഗ് ഡിസ്റ്റൻസ് വരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ തോറ്റു തുന്നം പാടിയ ഒരു മലയാണിത്. അതായത് വർഷങ്ങൾക്കൊക്കെ മുന്നേ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ താഴ്വാരങ്ങളിലെത്തിയപ്പോൾ കാണുന്നത് ഇങ്ങനെ ജനങ്ങളെ നോക്കി, താഴ്വാരത്തിനെ നോക്കി കൈ കൂപ്പി നിൽക്കുന്ന ഒരു കുന്നിനെയാണ് കേട്ടോ. അപ്പോൾ അവരെ അത് വളരെയധികം ആകർഷിക്കുകയും ഒരു ദൈവഭക്തി അവരതിൽ കാണുകയും അങ്ങനെ ആ ഒരു കുന്നിനെ സ്വർണം പൂശാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ ഈ മല കയറി മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മൾ കണ്ട ആ ഒരു ചെറിയ കുന്നല്ല. ഇതിനെ ഒരിക്കലും നമ്മളെ കൊണ്ട് സ്വർണം പൂശാൻ പറ്റത്തില്ല. അത്ര നെടുനീളത്തിൽ ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് ഈ ഒരു മല. ഒരറ്റം മാത്രമാണ് നമ്മൾ കണ്ടത്. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ സ്വർണം പൂശണമെങ്കിൽ ഈ ലോകത്തുള്ള സ്വർണം മൊത്തം തികയാതെ വരും എന്ന് മനസ്സിലാക്കി ആ ദൗത്യം ഉപേക്ഷിച്ച് അവർ താഴേക്ക് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച ഒരു മല കൂടിയാണിത്. എന്തായാലും ഇത്രയും ഒരു കിടിലൻ സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതുമല്ല എനിക്കിവിടെ കയറാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഇനി ഒരു കാര്യം കൂടെ, 1.5 മാസം വീഡിയോ ഇല്ലായിരുന്നതിൻ്റെ റീസൺ ഈ മലയാണ് കേട്ടോ. ഇവിടെ കയറി എൻ്റെ കൈക്കൊരു പണി കിട്ടി. അതുകൊണ്ടാണ് 1.5 മാസം ഞാൻ റെസ്റ്റിലായിരുന്നു. എൻ്റെ കൈ ഒടിച്ച മലയാണിത്. ആവശ്യത്തിനുള്ള ഫുഡ്, വാട്ടർ ബോട്ടിൽസ് എല്ലാം കരുതുക. കാരണം ഇവിടെ അവശ്യ സാധനങ്ങളൊന്നും ലഭിക്കത്തില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് രാവിലെ മല കയറാൻ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായി പോകും.
തൊട്ടടുത്ത പട്ടണം എന്ന് പറയുന്നത് കാവേരി പട്ടണമാണ്. അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് 8 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇനി തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ധർമ്മപുരിയാണ്. ഏകദേശം 30 കിലോമീറ്റർ ആണ് ധർമ്മപുരിയിലേക്കുള്ള ദൂരം. അപ്പോൾ എനിക്കും വലിയൊരു വിഷു സമ്മാനം നിങ്ങളെടുത്ത് പങ്കുവയ്ക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ഡോക്യുമെൻ്ററി ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമുക്ക് തെലങ്കാന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിലുപരി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രീതിയാണ് കേട്ടോ. അതായത് ഒരു അവാർഡ് നൈറ്റൊക്കെ നമ്മൾ കാണാറുണ്ട്, പക്ഷേ അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ രീതി നമ്മളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. കാരണം അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെന്ന് പറയുന്നത് ആ ഡോക്യുമെൻ്ററിയും ആ ഡോക്യുമെൻ്ററി നൽകിയ മെസ്സേജുമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അവാർഡ് ഫംഗ്ഷനിൽ അവരതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം. കാരണം ആ മെസ്സേജൊക്കെ കൺവേ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. Sabari Varakala garu for the short film Nilagiri Forest best film director. So enta manchi message oriented movie andi idi. So bhoomi talli parchukunna pachani pattu cheeraye ee chetlu అలాంటి చెట్లే మన వాళ్ళకి ప్రగతికి మెట్లు అని ప్రూవ్ చేస్తూ నీలగిరి ఫారెస్ట్ అనే బెస్ట్ ఫిలిం ని డైరెక్ట్ చేసిన శబరి వర్కాల గారు ఆన్ టు ద స్టేజ్. శబరి వర్కాల గారు కంగ్రాచులేషన్స్ అండ్ గాడ్ బ్లెస్ యూ సార్. ఇలాంటి మెసేజ్ ఓరియంటెడ్ మూవీస్ మళ్ళీ తీయాలని కోరుకుంటూ కంగ్రాచులేషన్స్. చెట్టమ్మను నేను చెట్టును నేనురా, మనిషి మనుగడకు ప్రాణం పోసే అమ్మను నేనురా, నీ అమ్మను నేనురా అంటూ మంచి మెసేజ్ ఇచ్చిన నీలగిరి ఫారెస్ట్ ప్లీజ్ డూ వాచ్ అండ్ సపోర్ట్. Big round of applause, जोरदार तालियां. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.